ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് SMCന്റെ അവസാനത്തെ പാർട്ടാണ്. സോ SMCന്റെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ടു. എല്ലാവരും SMC കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചു ഒക്കെ നമുക്കറിയാം. സോ ഇന്ന് SMCന്റെ അവസാനത്തെ ക്ലാസ് ആണ്. ഓക്കെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു SMCന്റെ ക്ലാസ് എന്താ ഡിലേ ആവുന്നേ, അതേപോലെ തന്നെ ക്ലാസിന്റെ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഇന്ന് SMCന്റെ ക്ലാസ് ആണ്, അവസാനത്തെ ക്ലാസ് ആണ്. എല്ലാവരും മുഴുവനായിട്ട് കണ്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. എന്താ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SMCയിൽ ട്രേഡ് ഇടുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. അതെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ SMCയിൽ കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുമ്പ് തന്നെ വീഡിയോ ഇപ്പൊ തന്നെ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തോ, അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തു കേട്ടോ. സോ സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ മാർക്കറ്റിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക്, FEG കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഈ FEG കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്തിട്ടല്ലേ ട്രേഡ് ചെയ്യല്ലേ. സോ മാർക്കറ്റിൽ നിങ്ങൾ ഒരു സ്വിങ് ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, സോ മാർക്കറ്റിൽ നോക്കി കേട്ടോ, ഒരു മിനിറ്റ്. സോ നോക്കിക്കോ, മാർക്കറ്റിൽ ഒരു സ്വിങ് നിങ്ങൾ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു സ്വിങ് ആണ്. സോ മാർക്കറ്റിൽ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോവരുത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇങ്ങനെ വരുന്നതിൽ 80% ടൈംസും മാർക്കറ്റ് എന്ത് ചെയ്യും? ഡൗൺ സൈഡിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. സോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഡബിൾ ടോപ്പ് കുറച്ചുകൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇതൊരു സ്ട്രക്ചർ ചേഞ്ചിന് MSS ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോക്കാണെന്നുള്ളത് നമുക്കൊരു 80% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ കിട്ടിയിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് അടിക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? എൻട്രി ഇടുക. റീടെസ്റ്റ് അടിച്ച് മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ വരെ പോയി എന്ന് വരും. ഇവിടെ വരെ പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരൊറ്റ പോക്കായിരിക്കും അടിയിലോട്ട്. സോ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഒരു 80% ഉണ്ട്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. സോ ഒരു 10 ട്രേഡിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9 വട്ടം അതാ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആവാനുള്ള പോക്കായിരിക്കും. സോ ഇങ്ങനൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. കൺഫർമേഷൻ കിട്ടിയിട്ടും റീടെസ്റ്റിങ്ങിൽ ഫെയിൽ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, റീടെസ്റ്റിലും കൺഫർമേഷൻ ഉണ്ട്, റീടെസ്റ്റിലും ഇന്നർ സ്ട്രക്ചർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ. സോ അതേപോലെ തന്നെ അടുത്തൊരു സംഭവമാണ് മാർക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആണ് സംഭവം. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു FEG ഉണ്ട് എന്ന് വിചാരിക്കുക. സോ മാർക്കറ്റിൽ ഇവിടെ ഒരു FEG ഉണ്ട്. സോ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇത്ര വരെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ട്രേഡ് എൻ്റർ ആവും. മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ടപ്പ് ചെയ്യുന്നതിൽ മാർക്കറ്റ് പോവുകയും ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു കണ്ടീഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പറഞ്ഞു തരില്ല. ഇതൊക്കെ നമ്മളെ മെട്രിക്സ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് വരുന്ന സംഭവമാണ്. എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ ഗെയിൻ ചെയ്ത സംഭവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. സോ ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. സോ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് വിലയുണ്ടാവില്ല, ഇതിനൊരു വിലയുണ്ടാവില്ല. സോ അതൊക്കെ എനിക്കറിയാം. ബട്ട് വിലയുള്ള കുറച്ച് പേരുണ്ട്. സോ അവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയാം. ഓക്കെ. സോ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും വില ഉണ്ടാവില്ല. ഞാനിതിനൊരു 200 രൂപ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയായിരിക്കും. സോ ഈ കോൺസെപ്റ്റ് എല്ലാവരും യൂസ് ചെയ്യും. ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ആരും യൂസ് ചെയ്യാത്തത്. സോ ഞാൻ എന്തായാലും പൈസ ആക്കാനും പോകുന്നില്ല, എനിക്ക് അതിന് താല്പര്യമില്ല. ഓക്കെ. സോ ഇങ്ങനത്തെ കൺസെപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെ FEG, അതായത് SMCൻ്റെതിൽ FEG വരുമ്പോഴോ, അതേപോലെ തന്നെ ഡബിൾ ടോപ്പ്, അതേപോലെ തന്നെ സ്ട്രക്ചറായിട്ട് വരുന്നത് കണ്ടാലോ നിങ്ങൾ ട്രേഡ് ഇടൽ ഒഴിവാക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡുകളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ട്രേഡുകളായിരിക്കും. ഒക്കെ വിന്നിങ് റേറ്റ് കൂട്ടാനുള്ള ട്രേഡുകളായിരിക്കും.
നല്ല അടിപൊളി ട്രേഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, FEGയിൽ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. FEGയിൽ നമ്മൾ മെറ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. FEGയിൽ മെറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നുണ്ടോ നോക്കുക. FEG മെറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന് സ്ട്രക്ചർ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു സ്വാഭാവികമായിട്ടൊന്നും തോന്നണില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, നോർമലി ആയിട്ട് മാർക്കറ്റ് കയറി പോകും. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം, നമുക്ക് എന്ന് സംഭവിച്ചതാണത്. സോ മാർക്കറ്റ് ഓർഡർ ബ്ലോക്ക് അല്ലേ. സോ ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് വരുന്നത്. സോ ഇത്ര തന്നെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇന്നർ സ്ട്രക്ചറിൽ പോയൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു എന്താണ്, ഒരു FEG ഉണ്ട്. ഈ FEGയിൽ വന്ന് മെറ്റിഗേറ്റ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്യൂ, ടപ്പ് ചെയ്യുന്നില്ല, അടിയിലെത്തി. മനസ്സിലായോ? ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ ട്രാപ്പ് ആക്കുന്നത്. SMT ട്രാപ്പ് എന്ന് പറയും ഇതിന്. നിങ്ങൾ ഈ ട്രാപ്പിൽ ഈ ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ ഇവിടെയും കണ്ടത്, നമ്മൾ വരച്ച് കാണിച്ചു തന്നത്. ഇതാണ് നമ്മൾ അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത് SMCൻ്റെ. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ SMCന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. SMC എന്നല്ല, SMTന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. SMTൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണി ട്രാപ്പ് എന്നാണ്. സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ട്രാപ്പുകളുണ്ട്. ആ ട്രാപ്പ് മാർക്കറ്റ് നിങ്ങൾ ട്രാപ്പാക്കാൻ നോക്കും. സോ ആ സംഭവത്തിൽ നിന്ന് എസ്കേപ്പ് ആവാനാണ് ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ SMCൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. സോ ഇനി നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ CRT എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, CRT എന്ന് പറയുന്നത് ക്യാൻഡിൽ റേഞ്ച് തിയറമാണ്. സോ അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും ഈദ് മുബാറക്, അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. നാളെയോ മറ്റന്നാളോ ചൊവ്വാഴ്ചയോ കണ്ടാണ് ഈദ് മുബാറക് വരുന്നത്. തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.